സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പതിവ് പോലെ മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 40 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെ 40 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും LGS മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും LDC മെയിൻ പരീക്ഷയ്ക്കും അതുപോലെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കും ഉപയോഗിക്കാം. അപ്പോൾ നല്ല രീതിയിൽ പഠനം തുടങ്ങാത്തവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നല്ല രീതിയിൽ പഠനം തുടങ്ങുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അറബ് ലോകത്തെ ആദ്യ സ്വദേശി കോവിഡ് വാക്സിനായ ഹയാത്ത് വാക്സ് വികസിപ്പിച്ച രാജ്യമേത്? ഓപ്ഷൻ എ UAE ആണ്. അറബ് ലോകത്തെ ആദ്യ സ്വദേശി കോവിഡ് വാക്സിനായ ഹയാത്ത് വാക്സ് വികസിപ്പിച്ച രാജ്യം UAE. നമുക്കറിയാം UAEയുടെ ക്യാപിറ്റലാണ് അബുദാബി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷൻ സി ചിറ്റയം ഗോപകുമാറാണ്. 15ാം കേരള നിയമസഭയാണ് ഇപ്പോഴത്തെ കേരള നിയമസഭ. 15ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സ്പീക്കറാണ് MB രാജേഷ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏത് ഹോക്കി സ്റ്റേഡിയമാണ് ഒളിമ്പ്യൻ ബൽബീർ സിംഗിൻ്റെ പേരിൽ നാമകരണം ചെയ്തത്? ഓപ്ഷൻ ഡി മൊഹാലി സ്റ്റേഡിയമാണ് ഒളിമ്പ്യൻ ബൽബീർ സിംഗിൻ്റെ പേരിൽ നാമകരണം ചെയ്തത്. മൊഹാലി സ്റ്റേഡിയം. അപ്പോൾ ഇപ്പോൾ മൊഹാലി സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ബൽബീർ സിംഗ് സീനിയർ സ്റ്റേഡിയം. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആര്? ഓപ്ഷൻ ഡി VO ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ള. നമുക്കറിയാം കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ്? VO ചിദംബരം പിള്ളയാണ്. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. അതുപോലെ നമുക്കറിയാം 1905 ബംഗാൾ വിഭജനം നടന്നത്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1905. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന ഔദ്യോഗിക നാമമുള്ള കമ്മീഷൻ ഏത്? ഓപ്ഷൻ ബി സൈമൺ കമ്മീഷനാണ്. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്ന ഔദ്യോഗിക നാമമുള്ള കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ നമുക്കറിയാം സൈമൺ കമ്മീഷൻ വൈറ്റ്മെൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. മറ്റൊരു പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് വൈറ്റ്മെൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്? അതിലൊറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. ഇനി അതുപോലെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏത്? 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. സൈമൺ കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 7 അംഗങ്ങളായിരുന്നു സൈമൺ കമ്മീഷനിൽ ആകെ ഉണ്ടായിരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നമുക്കറിയാം മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ച്? ഓപ്ഷൻ സി ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലിരിക്കുമ്പോൾ. നമുക്കറിയാം ആഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജിയെയും കസ്തൂർബ ഗാന്ധിയെയും തടവിലാക്കിയ കൊട്ടാരമാണ് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടതാര്? ഓപ്ഷൻ ഡി
കെ നീലകണ്ഠനാണ്. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? കെ നീലകണ്ഠൻ. നമുക്കറിയാം കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ് കെ നീലകണ്ഠൻ. ഇനി അതുപോലെ കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? കെ നീലകണ്ഠനാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്ത പുസ്തകത്തിൻ്റെ രചയിതാവ് കെ നീലകണ്ഠൻ. ഇനി അതുപോലെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂരാണ്. കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം, പാലക്കാട് ജില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ക്യാബിനറ്റ് മിഷൻ മൗണ്ട് ബാറ്റൺ പ്രഭു എന്നതാണ് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡിയാണ്. ക്യാബിനറ്റ് മിഷൻ മൗണ്ട് ബാറ്റൺ പ്രഭു. നമുക്കറിയാം സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ഇർവിൻ പ്രഭുവിൻ്റെ കാലത്താണ്, 1928-ലാണ്. ശരിയാണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്താണ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932-ൽ. ഇനി അതുപോലെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് ലിൻലിത്ഗോ പ്രഭു വൈസ്രോയി ആയി ഇരിക്കുമ്പോഴാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് ലിൻലിത്ഗോ പ്രഭുവിൻ്റെ കാലത്താണ്. എന്നാൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ 1946-ൽ ഇന്ത്യയിൽ വന്നപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ഏത്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വന്നത് 1937-ലാണ്. അപ്പോൾ അത് ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജലദിനമായി ആചരിക്കുന്ന ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ ബി അംബേദ്കറുടെ ജന്മദിനമാണ്. ജലദിനമായിട്ട് നാം ആചരിക്കുന്ന ഏപ്രിൽ 14 അംബേദ്കറുടെ ജന്മദിനം. അപ്പോൾ ദേശീയ ജലദിനമാണ് ഏപ്രിൽ 14. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1975-ലെ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ ഡി ഷാ കമ്മീഷനാണ്. 1975-ലെ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. അപ്പോൾ നമുക്കറിയാം 3 ദേശീയ അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിൽ നടന്നത്. 1962, 1971, 1975 എന്നിങ്ങനെ 3 ദേശീയ അടിയന്തരാവസ്ഥകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ നിലയം സ്ഥാപിതമാകുന്നത്? ഓപ്ഷൻ സി ഫ്രാൻസിൻ്റെ സഹായത്തോടെയാണ് മഹാരാഷ്ട്രയിലെ ജയ്താപൂർ ആണവ നിലയം സ്ഥാപിതമാകുന്നത്. ഫ്രാൻസിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമേത്? ഓപ്ഷൻ എ ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിലും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ആപ്തവാക്യമാണ് അറിവാണ് മോചനം? നോളജ് ലിബറേറ്റ്സ്, അറിവ് മോചിപ്പിക്കുന്നു. അറിവാണ് മോചനം എന്നത് എന്തിൻ്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ എ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGCയുടെ ആപ്തവാക്യമാണ്. അറിവാണ് മോചനം എന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ആപ്തവാക്യമാണ്. ഇനി അതുപോലെ UGCയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതുപോലെ UGC സ്ഥാപിതമായത് 1953-ലാണ് UGC സ്ഥാപിതമായത്. ഇനി UGCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗറാണ്. UGCയുടെ ആദ്യ ചെയർമാനാണ് ശാന്തി സ്വരൂപ് ഭട്നാഗർ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ഫസൽ അലി ആയിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ഫസൽ അലി.
അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ മറ്റൊരു പേരായിരുന്നു ഫസൽ അലി കമ്മീഷൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം? ഓപ്ഷൻ സി 3 രീതിയിൽ. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇനി അതുപോലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം ലഭിക്കുന്നു, 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 86ാം ഭേദഗതിയാണ്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതി. ഏത് വർഷത്തെയാണ്? 2002. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ സി പണ്ഡിത രമാഭായിയാണ്. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ സി സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു നദിയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി, ഇന്ത്യയുടെ ദേശീയ നദി. ഇനി ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ആസാം സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു. ആസാം സംസ്ഥാനത്തെ നൃത്തരൂപമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി സിവാലിക്കാണ്. ഗംഗാ സമതലത്തിന് സമാന്തരമായി കാണപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക് നിരകൾ. അപ്പോൾ നമുക്കറിയാം ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. ഹിമാലയൻ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്ത് കാണപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക്. അതുപോലെ ഏറ്റവും ഉയരം കുറഞ്ഞ ഹിമാലയൻ പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. ഏറ്റവും ഉയരം കുറഞ്ഞതും ഏറ്റവും തെക്കുഭാഗത്തുമായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയാണ് സിവാലിക്. ഇനി അതുപോലെ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്. അതുപോലെ ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? സിവാലിക്കാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന ഹിമാലയൻ പർവ്വതനിരയാണ് സിവാലിക്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഓപ്ഷൻ ബി ഗ്രാമസഭയിലാണ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം ഏത്? ഓപ്ഷൻ ബി നാഥുല ചുരമാണ്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ എ ഭാരതരത്നമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം. ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ബേസിക് ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് LGSനകത്ത് പ്രതീക്ഷിക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഓപ്ഷൻ ഡി മാൾവ പീഠഭൂമിയാണ്. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി
ഉത്തർപ്രദേശിലാണ് ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ്. അപ്പം നവാബ്ഗഞ്ച് പക്ഷിസങ്കേതത്തിൻ്റെ പുതിയ പേരാണ് ഷഹീദ് ചന്ദ്രശേഖർ ആസാദ് പക്ഷിസങ്കേതം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബേക്കൽ കോട്ട ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ. സിമ്പിളാണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യഥാക്രമം സാക്ഷരത കൂടിയതും കുറഞ്ഞതുമായ കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ, പത്തനംതിട്ടയും പാലക്കാടുമാണ് യഥാക്രമം സാക്ഷരത കൂടിയതും കുറഞ്ഞതുമായ കേരളത്തിലെ ജില്ലകളാണ് പത്തനംതിട്ടയും പാലക്കാടും. അപ്പോൾ കേരളത്തിൽ സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് ജില്ല. ഇനി അതുപോലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. കൂടിയത് മലപ്പുറം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ, ഭക്രാനങ്കൽ നദീതട പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശീയ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യമേത്? ഓപ്ഷൻ ഡി, കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇനി അതുപോലെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1975 ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. 1975. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ ഡി, മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബുൽ കലാം ആസാദ്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കൊല്ലവർഷം 1990 നടന്ന ലഹള ഏത്? ഓപ്ഷൻ എ, പുലയ ലഹളയാണ്. താഴെ പറയുന്നവയിൽ കൊല്ലവർഷം 1990 നടന്ന ലഹളയാണ് പുലയ ലഹള. അപ്പോൾ 1990 നടന്ന ലഹളയായതുകൊണ്ട് പുലയ ലഹളയുടെ മറ്റൊരു പേരാണ് 90ാം ആണ്ട് ലഹള. അപ്പോൾ 90ാം ആണ്ട് ലഹള പുലയ ലഹളയാണെന്ന് അറിയാവുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ ഊരൂട്ടമ്പലം എന്ന സ്ഥലത്ത് വെച്ചാണ് പുലയ ലഹള നടന്നത്. അതുകൊണ്ട് പുലയ ലഹളയുടെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. ഇനി ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ പുലയ ലഹള നടന്ന വർഷം ഏതാണ്? 1915 പുലയ ലഹളയുടെ വർഷമാണ് 1915. അപ്പോൾ നമുക്കറിയാം കൊല്ലവർഷം ആരംഭിച്ചത് 825. അപ്പോൾ അതുകൊണ്ട് ഈ 1915 നിന്ന് 825 കുറയ്ക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? കൊല്ലവർഷം കിട്ടും. 1990 എന്ന് കിട്ടും. ഇനി അതുപോലെ പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. പുലയ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലേത്? ഓപ്ഷൻ സി, പുന്നമടക്കായലിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ. 38ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച കേരള നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച കേരള നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഇനി അതുപോലെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ത്? സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇനി അതുപോലെ എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്, വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ. ഇനി അതുപോലെ തന്നെ മാവേലി നാടുവാണിയിടും കാലം എന്ന കവിത രചിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാടുവാണിയിടും കാലം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്?
ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര്? ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഇനി അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? പി കൃഷ്ണപിള്ളയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ആദ്യ സെക്രട്ടറി പി കൃഷ്ണപിള്ള. ഇനി അതുപോലെ നമുക്കറിയാവുന്നതാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരായിരുന്നു? പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ള. ഓക്കെ ഫ്രണ്ട്സ്. അതുപോലെ ഫ്രണ്ട്സ്, ഏതൊരു PSC പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിൽ കേരള PSC winner.co.in എന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ക്വിസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ PSC പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വിസുകളാണ്. ഈ ക്വിസുകളുടെ വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിച്ച് വെബ്സൈറ്റ് ക്വിസുകൾ കൂടി മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.